ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തണ്ണിമത്തൻ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജെല്ലിയാണ്. ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പോൾ തണ്ണിമത്തൻ വാങ്ങിയിട്ട് നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ജെല്ലി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. പിന്നെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ജെല്ലി തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതിലേക്കുള്ള ജെലാറ്റിൻ ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ടീസ്പൂൺ ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തണ്ണിമത്തൻ്റെ പകുതി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് 6 ടീസ്പൂൺ ജെലാറ്റിനൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 6 ടീസ്പൂൺ ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വെക്കാം. ഇനി ഇതൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു തണ്ണിമത്തൻ്റെ പകുതിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കല്ല ചെയ്യുന്നത്, നമുക്കിതിൻ്റെ ആ ഒരു തോട് മോൾഡാക്കിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ തണ്ണിമത്തൻ്റെ കാമ്പ് ഇതിൽ നിന്നും സ്കൂപ്പ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ തണ്ണിമത്തൻ്റെ തോടിൽ നിന്നും കാമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ തോട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മളിനി ജെല്ലി ഉണ്ടാക്കാനുള്ള മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഈ മോൾഡിലാണ് അത് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ തണ്ണിമത്തൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അരിച്ചൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തൻ നന്നായിട്ട് അരച്ച് ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ ജെലാറ്റിനും ചൈന ഗ്രാസും ഒക്കെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാനെപ്പോഴും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്താലും നമുക്കിത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച തണ്ണിമത്തൻ്റെ ജ്യൂസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, താഴെ തന്നെ വെച്ചാൽ മതി. ഈ ഫ്രിഡ്ജിൽ വെക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഇരുന്നിട്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തണ്ണിമത്തൻ ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് ജെല്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തണ്ണിമത്തൻ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്